എല്ലാവർക്കും നമസ്കാരം. പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു അതിമഹത്തായ അനുമോദന ചടങ്ങിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ലിയാഖത്ത് അലി സാർ കൊടുങ്ങല്ലൂർ, നമ്മുടെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ബീരാൻകുട്ടി സാർ കോഴിക്കോട്, നമ്മളെയൊക്കെ വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത വേലപ്പൻ സാർ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെയൊക്കെ സ്നേഹനിധിയായിട്ടുള്ള ഡോക്ടർ അലി കുന്നത്ത് മെജുമി സാർ, മറ്റ് അനുമോദന ആശംസകൾ അറിയിക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളായിട്ടുള്ള അസീസ് സാർ എർബാദ്, റഹീം സാർ പെരിന്തൽമണ്ണ, അഷറഫ് സാർ കാളിക്കാവ്, അജയ് സാർ കണ്ണൂർ, ഷറഫുദ്ദീൻ സാർ, ഷരീഫ് സാർ മലേഷ്യ, ഹുസൈൻ സാർ മൂർഖദാട്ട്, മുഹമ്മദ് അലി സാർ, ഇവിടെ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കാൻ എത്തിയുള്ള ഇബ്രാഹിം കുട്ടി സാർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വലിയൊരു സന്തോഷ നിമിഷത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത കുറേയേറെ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നടത്തി വരേണ്ടി വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ ആ ഒരു ചട്ടക്കൂട് ആ ഒരു രീതിയിലാണ്. നമുക്കറിയാം, നമ്മുടെ പ്രസംഗ കല പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഒത്തുകൂടിയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. സമൂഹത്തിന്റെ വിഭിന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പലതരത്തിൽ തിരക്ക് പിടിച്ച ആളുകൾ. പക്ഷെ പ്രസംഗം പഠിക്കുന്നതിന് അപ്പുറത്ത് നിന്ന് ആ സ്നേഹബന്ധങ്ങൾ വളർന്നു വന്നുകൊണ്ട് വലിയൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ ഇടപഴകുവാൻ, ആ സമൂഹത്തിൽ എന്തൊക്കെ ഇടപെടലുകൾ നടത്തി ആ സമൂഹത്തെ ഉന്നതങ്ങളിലേക്കെല്ലാം ഉയർന്ന രീതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു കൂട്ടായ്മയായി മാറുവാൻ നമ്മുടെ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിവിടെ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ അലി കുന്നത്ത് സാറിനുള്ള ഒരു അനുമോദന ചടങ്ങായിട്ടാണ്. നമുക്കറിയാം, മുമ്പേ ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ എല്ലാ മാസവും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു അനുഭവ നിമിഷങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ചടങ്ങിന് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം അലി കുന്നത്ത് സാർ എന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ 15ഓളം അംഗങ്ങളുണ്ട് എങ്കിലും ആ അംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അലി സാറിന്റെ ചില വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. നമ്മൾ പ്രസംഗം പഠിക്കുവാൻ വന്നു, ഒരു അധ്യാപകന്റെ പ്രസംഗം പഠിച്ചു, അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചു. ആ പ്രസംഗത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പഠിച്ചു. എന്തൊക്കെ വേണം, ഒരു സെമിനാറിൽ പങ്കെടുത്താൽ എന്തൊക്കെ, ഒരു പ്രസംഗത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊക്കെ പഠിക്കണം,
അതുപോലെ തന്നെ സഭാകമ്പം എന്ന ആ വലിയ കടമ്പ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് മതിയാവില്ല, അതല്ല നമുക്ക് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ ഇതിന്റെ മേഖലയിൽ നിന്ന് ഈ ഒരു കാൽച്ചുവട്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു കഴിവ് വെച്ചുകൊണ്ട്, ഈ പ്രസംഗകല എന്ന ഈ ഒരു കഴിവ് വെച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താമെന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ നമ്മുടെ അലിസാറിന് സാധിച്ചു എന്നതാണ്. അതാണ് അദ്ദേഹത്തെ ഡോക്ടർ എന്ന പദവിയിലേക്കും കേരളത്തിലെ ഒരു വലിയൊരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന പദവിയിലേക്കും അദ്ദേഹത്തെ എത്തിച്ചത്. അവിടെ മാത്രമല്ല അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത്, അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് നമ്മളെ കൂടി അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു കയറിയ വഴികളിലേക്ക് നമ്മളെ കൈപിടിച്ച് കയറ്റി കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരു സ്നേഹബന്ധത്തിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ 15 പേരും വ്യത്യസ്തമായ ടാസ്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ആ പ്രസംഗ കലയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വലിയൊരു ട്രെയിനറാക്കി മാറ്റുവാനുള്ള വല്ലാത്ത അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മളെയും അതിലേക്ക് ചുവട് വെപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു മാസം എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു മാസവും കഴിഞ്ഞ് ഈ ഒരു ഗ്രൂപ്പിലെ എല്ലാവരെയും അദ്ദേഹത്തിന്റെ ആ ടാസ്കിൽ പങ്കെടുക്കണം എന്ന ആ ഒരു ആഗ്രഹത്താൽ നമുക്ക് വേണ്ടി അദ്ദേഹത്തെ തിരക്ക് പിടിച്ച അദ്ദേഹത്തെ സമയം മാറ്റിവെച്ചു എന്നതാണ് യഥാർത്ഥ സത്യം. എന്തു തന്നെയായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന വലിയൊരു ട്രെയിനറായി ഡോക്ടർ അലി കുന്നത്ത് നുജൂമി എന്ന പേർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമല്ല. ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന വലിയൊരു ട്രെയിനറായി ഡോക്ടർ അലി കുന്നത്ത് നുജൂമി എന്ന പേർ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. ഒപ്പം ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം എന്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.